ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് കേട്ടോ. കാരണം വീട്ടിൽ അമ്മയടുത്ത് ഒന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണ വന്ന് അച്ഛനോട് ഫോൺ ചോദിക്കുകയാണ്. അച്ഛാ, എനിക്ക് ആ ഫോണൊന്ന് തരാവോ? എന്തിനാ? അല്ല, വീട്ടിലേക്ക് അമ്മയെ ഒന്ന് വിളിക്കണ്ടേ? അമ്മയെ വിളിക്കാനോ? എന്തിനാണ്? അല്ല, അമ്മ അവിടെ വിഷമിച്ചിരിക്കില്ലേ? അപ്പോൾ നീ ഇപ്പോൾ ആരുടെ കൂടെയാണ് വന്നിരിക്കുന്നത്? അച്ഛൻ്റെ കൂടെ? അല്ലാതെ അയൽ വീട്ടിലെ വേലായുധൻ്റെ കൂടെയൊന്നും അല്ലല്ലോ അല്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? പേടിക്കേണ്ട ആവശ്യം എന്തെന്ന്? അപ്പം നീ അച്ഛൻ്റെ കൂടെയല്ലേ വന്നിരിക്കുന്നത്? മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ മതി. അങ്ങനെ ഫോണ് കൊടുക്കുന്നില്ല. കിട്ടിയ വഴക്കും കൂടെ കേട്ട് കൃഷ്ണയ്ക്ക് ആകെ മനസ്സിന് സങ്കടമായിപ്പോയി. എന്നിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറയുക. അങ്ങനെ കൃഷ്ണ ചെന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ അലീനയും അങ്ങോട്ട് പോവുകയാണ് ഉറങ്ങാനായിട്ട്. ബാഗിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അവിടെ ഒരു സെറ്റിയിലേക്ക് വിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അലീനയോട് പറഞ്ഞത്, നീ എന്തിൻ്റെ പുറപ്പാടാ? ഞാൻ ഒന്ന് ഉറങ്ങാൻ പോകും. നീ ഇവിടെ അല്ല കിടക്കേണ്ട, കട്ടിലിൽ കിടന്നാൽ മതി. അല്ല, അവിടെ സാറും കൃഷ്ണയും കിടക്കുമല്ലേ? അത് വേണ്ട, ഞാനവിടെ കിടന്നോളാം, കുഴപ്പമൊന്നുമില്ല. കൃഷ്ണമോളെ എൻ്റെ അടുത്ത് കിടന്നോട്ടെ, നീയും കട്ടിലിൽ കിടന്നു. നീ എനിക്ക് ആരാ? കൃഷ്ണമോളെ പോലെ തന്നെയല്ലേ നീയും? നീയും എൻ്റെ മകൾ തന്നെയാണ്. എനിക്ക് ആദ്യം ജനിക്കേണ്ടിരുന്ന മകൾ തന്നെ നീ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീനയ്ക്ക് കണ്ണ് നിറഞ്ഞുപോയി, കരയുവാ കേട്ടോ. എന്നിട്ട് കൃഷ്ണയുടെ അടുത്തേക്ക് പോയി കിടക്കാൻ പറയാം കേട്ടോ. അങ്ങനെ കട്ടിലിൽ ചെന്ന് കിടക്കുന്നുണ്ട്. കൃഷ്ണയാണെങ്കിൽ അലീനയുടെ മുഖത്ത് പോലും നോക്കണില്ല. എന്നിട്ട് അന്ന് രാത്രിയാകുമ്പോൾ കൃഷ്ണയ്ക്ക് ഒരു ഭയങ്കര സങ്കടം. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എണീറ്റ് അങ്ങ് മാറി ദൂരോട്ട് പോയി നോക്കി നിൽക്കാട്ടോ ജനലിൻ്റെ അവിടെ നിന്ന്. ബാലചന്ദ്രൻ ഇടയ്ക്ക് എണീറ്റ് നോക്കുമ്പോൾ കൃഷ്ണയെ കാണുന്നില്ല. നോക്കുമ്പോൾ മാറി നിൽക്കുകയാണ്. എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ വെച്ചാൽ എനിക്ക് വല്ലാത്തൊരു സങ്കടം വരുന്നുണ്ട്. എവിടെയെങ്കിലും പോയി ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുമോ? അച്ഛനും അമ്മയും കൂടി ഈ വഴക്കൊന്ന് നിർത്താവോ എന്നൊക്കെ പറഞ്ഞങ്ങ് സങ്കടപ്പെട്ട് കരയുമ്പോൾ കൃഷ്ണയെ ചേർത്ത് വെച്ചിട്ട്, മോളെ കരയല്ലേ, മോളെ എൻ്റെ കൂടെ വാ എന്ന് പറയും. അലീനെ നോക്കുമ്പോൾ അലീന നല്ല ഉറക്കം കേട്ടോ. അങ്ങനെ കൃഷ്ണയെ വിളിച്ചും കൊണ്ട് മുറ്റത്തേക്ക് പോവാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയാം, മോൾക്ക് എന്താ പ്രശ്നം? പറഞ്ഞോ, എന്നോട് പറഞ്ഞോ. എന്തുണ്ടെങ്കിലും അച്ഛനോട് തുറന്നു പറയാം. അച്ഛാ, അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്കൊന്നും നിർത്താവോ? എനിക്ക് നല്ല വിഷമമുണ്ട്. അതും മാത്രമല്ല അച്ഛാ, പിന്നെ ഇപ്പോൾ അലീന ചേച്ചി ഇപ്പോൾ അലീന ചേച്ചി ആയിരുന്നില്ലേ അവിടുത്തെ പ്രശ്നം? ചേച്ചിയെ ഇപ്പോൾ പറഞ്ഞു വിട്ടതായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് വീണ്ടും അച്ഛൻ പോയി വിളിച്ചിട്ട് വന്നു. ഇനി വീണ്ടും വീട്ടിൽ കൊണ്ടുവന്ന വീണ്ടും വഴക്കാവില്ലേ? ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ അച്ഛാ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ പറയുക, മോളെ ഞാൻ മോളോടൊരു കഥ പറയാം, മോളത് ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കാമോ? ആ കേൾക്കാം. അച്ഛൻ പറഞ്ഞു, ഒരു 10-15 വയസ്സായ ഒരു പയ്യന് ഒരു പെണ്ണിനോട് ചെറിയൊരു പ്രേമം തോന്നി. അതിങ്ങനെ വളർന്ന് അവസാനം അവളെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വരെ എത്തി. കല്യാണം കഴിഞ്ഞു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് അവൾക്ക് വേറൊരു കാമുകനുണ്ടായിരുന്നെന്നും അവനെ സ്നേഹിച്ചിരുന്നു, അതിലൊരു കുഞ്ഞുണ്ടായിരുന്നെന്നും ഒക്കെ. പിന്നെ ആ കുഞ്ഞിനെ പ്രസവിച്ച് കൊണ്ട് ഓർഫണേജിൽ തള്ളുകയും ചെയ്തു എന്ന്. ഇതൊന്നും അറിയാണ്ട് ആണ് അയാൾ കല്യാണം കഴിച്ചത്. ഇതൊക്കെ ചതിയല്ലേ അയാളോട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതേ അത് ചതി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചതി പറ്റിയ ഒരാളാണ് നിൻ്റെ അച്ഛൻ. അച്ഛനോ എന്നും പറഞ്ഞ് ചാടി എണീക്കുന്നു കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ ചെയ്താലല്ലേ അച്ഛന് ചതി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും വരില്ല. അങ്ങനെ അത് അച്ഛൻ്റെ തെറ്റിദ്ധാരണയാ. അച്ഛനെ ആരെ തെറ്റിദ്ധരിപ്പിച്ചതാ? ഇല്ല മോളെ, സത്യമാണ്. അച്ഛൻ അറിഞ്ഞ കാര്യമാണിത്. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ ഇവിടുന്ന് വീട് വിട്ട് പോയി 2 ദിവസം മാറി നിന്നില്ലേ നീലഗിരിയിലെ ഗംഗാധരൻ അങ്കിളിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു സത്യം, എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. പിന്നെ നിൻ്റെ ഈ രാജീവ് മാമനറിയാം, നിൻ്റെ മുത്തശ്ശിക്കറിയാം, എല്ലാവർക്കും അറിയാം, ശിവേട്ടനും ഒക്കെ അറിയാമെന്നുള്ള കാര്യം എല്ലാവരും മറച്ചു വെച്ച് അച്ഛനെ ചതിച്ചതാ. ഇവർക്കൊക്കെ ഒരു ഇരയായി ഞാൻ അന്ന്. പറ, ഞാൻ ഇത്ര സങ്കടപ്പെട്ട എൻ്റെ മനസ്സിലെ ഈ സങ്കടങ്ങൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചതിക്കപ്പെട്ട അച്ഛൻ ഞാൻ പൊട്ടിത്തെറിക്കണ്ടേ? പറ. എന്നിട്ട് ഇതെല്ലാം മനസ്സിലടക്കി വെച്ചു. പിന്നെ അച്ഛൻ കുടിച്ച് മതിച്ചിട്ടൊന്നുമല്ല അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത്. ഇതുപോലെ ഒരു സങ്കട വാർത്ത, ഈ ഒരു അച്ഛൻ്റെ ചതി പറ്റിയത് അറിഞ്ഞതിന് ശേഷമാണ് അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത്. അറിയോ? മോള് തന്നെ പറ, അച്ഛൻ ഇനി എന്താ വേണ്ടത്? ഇതെനിക്ക് ആരോടെങ്കിലും തുറന്നു പറയാൻ പറ്റുമോ? പിന്നെ പറ മോളെ എന്ന് പറയാട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ കൃഷ്ണ പറയണ്ട, അച്ഛാ ഇപ്പോഴത്തെ പ്രശ്നം അലീന ചേച്ചിയല്ലേ, ചേച്ചിയെ പറഞ്ഞു വിട്ടൂടെ? ചേച്ചിയെ പറഞ്ഞു വിടാനോ? നീ എന്താ പറയണത്? അലീന ആരാന്നാ നിൻ്റെ വിചാരം? ആരാ അച്ഛാ? നിൻ്റെ അമ്മ പണ്ട് പ്രസവിച്ച് ഓർഫണേജിൽ കൊണ്ട് തള്ളിയില്ലേ കൈക്കുഞ്ഞായിരുന്നപ്പം? അത് വളർന്ന് വലുതായി നിൽക്കുന്ന ഈ പെൺകൊച്ചാണ് നിൻ്റെ അമ്മയുടെ മൂത്ത മകളാണ് അലീന, അറിയോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കിനും നമ്മൾ കൃഷ്ണ നല്ല ടെൻഷൻ ആവണുണ്ട്, ഞെട്ടിത്തരിച്ച് പോകുന്നുണ്ട് എല്ലാം കൂടെ കേട്ടിട്ട്. ഞാനിനി എന്താ മോളെ പറയണ്ടേ? പറ. ഇതൊക്കെ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? നീ ഇപ്പം അറിഞ്ഞു, അതുപോലെ അവൾക്കും അറിയാം അവളുടെ അമ്മയാണ് വൈജയന്തിന്ന്. അറിയോ? ആ അതൊക്കെ അറിയാം. അപ്പോൾ വേറെ ആരോടെങ്കിലും പോയി പറയാൻ പറ്റും? ഞാനിത് അറിഞ്ഞു എന്ന് വൈജിയോട് പറയാൻ അവൾ എന്തായിരിക്കും സ്ഥിതി? അവൾ ഒന്നി ആത്മഹത്യ ചെയ്യും, ഇല്ലെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് അവൾ പോവും. അതല്ലേ ചെയ്യുള്ളൂ. അതല്ല, ഞാനിത് അറിഞ്ഞു എന്നുള്ള കാര്യം അവൾ അറിഞ്ഞാലോ? ശരിക്കും എന്താവും?
എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമോ അവളുടെ മുന്നിൽ? പറ, നാണം കെട്ട് ഞാൻ എങ്ങനെ ജീവിക്കണത്? എല്ലാം കൂടെ ഉള്ളിൽ അടക്കി ഇത്രയെങ്കിലും അച്ഛൻ പൊട്ടിത്തെറിക്കണ്ടേ മോളെ? ഞാനൊരു മനുഷ്യനല്ലേ മോളെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് കരയാട്ടോ. അങ്ങനെ കൃഷ്ണമോള് ചെന്ന് ചേർത്ത് പിടിക്കുകയാണ് അച്ഛനെ ഭയങ്കരമായിട്ട് സ്നേഹം കൊണ്ടിട്ട്. എന്നിട്ട് നേരെ അകത്തേക്ക് വരണുണ്ട്. പക്ഷേ നിൻ്റെ ചേച്ചിയാണ് അവൾ, അതുകൊണ്ട് അവളെ വേദനിപ്പിക്കരുത്, അവളെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തണം എന്നൊക്കെ ഇങ്ങനെ മോക്ക് ഉപദേശം കൊടുക്കുകയാണ്. ഇതിനിടയിൽ കൂടെ വൈജ രാത്രിയായിട്ട് ഇവരെയൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ റൂമെല്ലാം കയറി പരിശോധിക്കുന്നുണ്ട്. അവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടുന്ന് ഒന്നും വൈജയ്ക്ക് കിട്ടുന്നില്ല. അതോടുകൂടി വൈജ വീണ്ടും വല്ലാതെ ഡെസ്പായി പോവാണ് കേട്ടോ, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാതെ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മനുവിനും നല്ല വിഷമമാവുന്നുണ്ട്. കാരണം അലീനയെ എഗ്രിമെൻ്റ് എഴുതി കൊണ്ടുവന്നത് മനുവാണ്. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടത് മനു തന്നെയാണ്. എവിടെ പോയതാവും എന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് എത്തിയിട്ടുണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രേവതി കുട്ടിയെ വിളിക്കുകയാണ്. ഗ്രേസിയുടെ ഫോൺ നമ്പറാണ് വാങ്ങിച്ചു വെച്ചിരുന്നത്. അന്ന് രേവതിക്ക് ഫോണില്ലായിരുന്നല്ലോ സെപ്പറേറ്റ്. അങ്ങനെ വിളിക്കുമ്പോൾ ഗ്രേസമ്മ തന്നെയാണ് ഫോൺ എടുക്കുന്നത്. എന്താ മനു എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട്, അല്ല ഞാൻ കുറച്ച് ദിവസമായി അലീന നിൽക്കുന്നിടത്ത് എൻ്റെ അങ്കിളുടെ വീട്ടിലേക്ക് പോയിട്ട് അവൾ എറണാകുളത്തേക്ക് പോകുന്നു പറയുന്നു. അവിടെ എങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിക്കാനാണ്. ഇല്ല, ഇവിടെ വന്നിട്ടില്ല. അവൾ വരുമെന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ പോയി പിക്ക് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അവൾ പറഞ്ഞു ഇപ്പോഴും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പോയിട്ടില്ല. ശരി, എന്നാൽ പിന്നെ ഓക്കെ, രേവതിയെ വിളിക്കണോ? വേണ്ട, നാളെ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവർ ഫോണും വയ്ക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാലചന്ദ്രനെ വീണ്ടും വിളിക്കുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ ഫോണൊന്നും എടുക്കണമില്ല. എന്തായാലും ഇതിനൊക്കെ ഒരു അവസാനം വേണമല്ലോ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. എപ്പിസോഡ് തീരാ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.